ഈ ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡോബ് ഫോട്ടോഷോപ്പ് 2020 റീടച്ചിങ് ടൂൾസിനെ കുറിച്ചാണ്. റീടച്ചിങ് ടൂൾസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള റീടച്ചിങ് ടൂൾസ് തന്നെയാണ് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറയുന്നത്. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ സാധാരണ നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഏരിയനെ ജസ്റ്റ് നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടെ സിങ്ക് ചെയ്തുകൊണ്ട് നമ്മൾ എറേസ് ചെയ്ത് കളയുന്ന, ഓട്ടോമാറ്റിക്കലി നമ്മൾ എറേസ് ചെയ്ത് കളയുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമുക്ക് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞ് നമുക്ക് ജെ ആണ് അതിൻ്റെ ഷോർട്ട് കട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ടൂൾസും കൂടെ ഉണ്ട്. ആ ടൂൾസും ഒക്കെ ഷോർട്ട് കട്ട് എല്ലാത്തിനും സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് വരുന്നുണ്ടാവുക. ഇനി അതല്ല നമുക്ക് ഇതിനൊക്കെ മാനുവലായിട്ട് നമുക്ക് ഷോർട്ട് കട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ ഓരോ ടൂളിനും ഷോർട്ട് കട്ട്സ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് ഇതിൻ്റെ കൺട്രോൾ ഓപ്ഷൻസിൽ പോയിട്ട് നമുക്കത് സെപ്പറേറ്റ് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിവേ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിൻ്റെ ഒരു യൂസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കിപ്പോൾ ഇത്തരത്തിൽ ജസ്റ്റ് ഒരു ഇമേജ് ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ഈ ഒരു റിവറിൻ്റെ തൊട്ടായിട്ട് നമുക്കിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു റിവറിന് നമ്മൾ ജസ്റ്റ് സാധാരണ നമ്മൾ എറേസ് ചെയ്ത് കളയുന്ന പോലെ തന്നെ ഞാൻ ഈ ഒരു ബ്രിഡ്ജ് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ എറേസ് ചെയ്ത് കളയാണ്. ഓക്കെ, നമുക്കിതിങ്ങനെ ഇത്രയും എറേസ് ചെയ്തു. ജസ്റ്റ് ഞാൻ ഇത്രയും ഈ ഏരിയയൊക്കെ ഇങ്ങനെ കവർ ചെയ്തു. ഇനി ജസ്റ്റ് ഇപ്പോൾ മൗസ് ജസ്റ്റ് ഞാനിങ്ങനെ എറേസ് ചെയ്ത് മൗസ് റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. മൗസ് ബട്ടൺ റിലീസ് ചെയ്തപ്പോൾ ജസ്റ്റ് ഫ്രീ ആണ്. ഈ സമയത്തുണ്ടോ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഏരിയനെ ഡിസപ്പിയർ ചെയ്തു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കമ്പ്യൂട്ടർ തന്നെ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ തന്നെ അതിനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോയി എന്നർത്ഥം. ബാക്കി നമുക്ക് ഈ ഒരു പാർട്ടും ഇതേപോലെ തന്നെ നമുക്ക് എറേസ് ചെയ്ത് നമുക്കതിനെങ്ങനെ കണക്ട് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് ഒരു ഇമേജിനെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ എറേസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ കൊണ്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ അതിൻ്റെ ഒരു ലോജിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ഈ ലോജിക്ക് എന്ന് പറയുന്നത് നമ്മൾ തൊട്ടടുത്തുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സും ഈ ഫോർഗ്രൗണ്ട്സും ഓട്ടോമാറ്റിക്കലി ഒന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അത് ഐഡൻറ്റിഫൈ ചെയ്താണ് അതിൻ്റെ പിക്സൽസും കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാണ്ട് ഇപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരിക്കലും ഇതൊരു ബ്രിഡ്ജാണ്, ആ ബ്രിഡ്ജിനെ റിമൂവ് ചെയ്തു എന്നുള്ള രീതിയിലല്ല. ഇതിൻ്റെ ഒരു ലോജിക്കൽ ടെസ്റ്റ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മളും ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് അത് അൺഡു ചെയ്യാണ്. സെഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൺട്രോൾ സെഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ തിരിച്ച് അതേപോലെ തന്നെ നമുക്കത് റിട്ടേൺ ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന ടൂളാണ് ഹീലിംഗ് ബ്രഷ് ടൂൾ. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസുകളുണ്ട്. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് വരുന്നത് എന്ന് നോക്കാം. നോർമലി നമുക്ക് ഞാൻ ഇതിൻ്റെ സൈസ് കുറച്ചും കൂടെ അപ്പ് ചെയ്യാണ്. ഇങ്ങനെ അപ്പ് ചെയ്ത് സൈസും കൂടെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം ജസ്റ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു സംഭവം വേണം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇതേപോലെ ഒരു റോക്കിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു ഏരിയയിലും കൂടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് വിചാരിക്കും. ആഡ് ചെയ്തിട്ട് മൗസ് റിലീസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്തായിട്ടായി വരും. അതായത് ആ ഒരു ഏരിയ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ നമ്മളിങ്ങനെ ക്ലിയർ ചെയ്തു. നമ്മളിങ്ങനെ ഒരു ഷേപ്പ് ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കൂ, നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇതേപോലെ തന്നെ അതിൻ്റെ എഡ്ജ് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത്. നമുക്കിത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെയൊക്കെയാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഫീല് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഇതേപോലെയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാനൊക്കെ ഈ ഒരു ടൂള് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അതായത് നമുക്ക് ആൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് നമുക്ക് ഏതിൻ്റെയാണോ നമുക്ക് ഇതിൻ്റെ കോപ്പി വേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളായി ജസ്റ്റ് മൗസ് റിലീസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ഒരു ഹീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളതാണ്. അത് ഇൻപെർഫെക്ഷൻ ആയിട്ടുള്ള ഏരിയാസ് അതിനെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് അതിനെ റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഹീലിംഗ് ബ്രഷ് ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അതായത് ഹീലിംഗ് ബ്രഷ് ടൂളിൻ്റെ യൂസ്. നേരത്തെ നമ്മൾ സ്പോട്ട് ഹീലിംഗ് ആയിരുന്നു. സ്പോട്ട് ഹീലിംഗ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഇതിൽ നമുക്ക്, പക്ഷേ ആൾട്ടും കൂടെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാച്ച് ടൂളാണ്. അപ്പോൾ പാച്ച് ടൂളിൻ്റെ ഒരു
ഒരു രീതി എന്ന് പറയുന്നത്. പാച്ച് ടൂളിൽ നമുക്ക് ഏരിയയിലെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് ഇതേപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഏരിയസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കാനോ, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത അതേ വർക്ക് തന്നെ നമുക്ക് കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലക്ഷൻ ക്യാൻസൽ നമ്മൾ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു ഏരിയനെ ജസ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതേപോലത്തെ റോക്സൊക്കെ നമുക്കിങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു അതിൻ്റെ സോഴ്സ് നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു ഏരിയനെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് പെർഫെക്ഷൻ ആയിട്ടുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഇപ്പോൾ ഫേസൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. നമുക്കിവിടെ ജസ്റ്റ് ഞാനൊരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫ്ലവറിൽ നോക്കാം, നമുക്കിവിടെ കുറേ വാട്ടർ ഡ്രോപ്സുകളുണ്ട് അല്ലേ. ഈ ഡ്രോപ്സ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിൽ ഈ ഒരു ഡ്രോപ്സുകളൊക്കെ നമുക്കിങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പം ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഇത് വളരെ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഡ്രാഗ് ചെയ്തിട്ട് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏരിയയിലേക്കാണോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഏരിയയിലേക്കാണോ ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്, ആ ഒരു കൊണ്ടുപോകുന്ന ഏരിയ എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് വരുന്നുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ജസ്റ്റ് അത് ഡ്രാഗ് ചെയ്തിട്ട് വിടുന്നതിൽ ഈ ഒരു ഏരിയേൻ്റെ ഇപ്പം പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയേൻ്റെ സെയിം കോപ്പിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് എന്നർത്ഥം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ ജസ്റ്റ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു സംഭവം നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്തെടുത്തു അല്ലേ. അപ്പം ഇങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ ഈ ഒരു പാച്ച് ടൂൾ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. പാച്ച് ടൂൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, നമുക്കതിൻ്റെ ഓരോ സ്ക്രാച്ചസ് അതേപോലെ തന്നെ സ്ക്രാച്ചസ് ആഡ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇമേജിനെ നമുക്ക് ഏറ്റവും ഒരു ഓൾഡ് സ്റ്റൈൽ ഇമേജ് ആക്കി മാറ്റാനൊക്കെ അതിൽ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ജസ്റ്റ് 1-2 ഇമേജ് എന്നുള്ള സ്ക്രാച്ചസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്ക്രാച്ച് ആയിട്ടുള്ള ഒരു പക്ക ഒരു ഓൾഡ് സ്റ്റൈൽ ഇമേജ് ആക്കി മാറ്റാനൊക്കെ കഴിയും. അതേപോലെ തന്നെയാണ് നമുക്ക് കുറച്ചുകൂടെ സ്കാൻ ചെയ്തിട്ടുള്ള ഓൾഡ് ഇമേജസ് നമുക്ക് കിട്ടി. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ആ ഒരു പാർട്ടിനെയൊക്കെ നമുക്ക് ടച്ച് ചെയ്ത് ഇതേപോലെ നമ്മൾ ഈ ഹീലിംഗ് ബ്രഷ് ടൂള് അതേപോലെ തന്നെ ഈ പാച്ച് ടൂള് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പാർട്ടാക്കിയിട്ട് മാറ്റാം. അതേപോലെ നമുക്ക് ഇതിലുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ ചില ഫേസും അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ആനിമൽസിൻ്റെയൊക്കെ ആണെന്നെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടിൻ്റെയൊക്കെ ഇമേജസൊക്കെ ചെതലരിച്ച് പോയിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഹ്യൂമൻ ക്യാരക്ടേഴ്സിന് എപ്പോഴും അങ്ങനെ വരുന്നതാണ്. ഇപ്പോൾ ഓൾഡ് ഫോട്ടോസൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിലൊക്കെ അല്ലേ. ഇപ്പോൾ ഈ ഓൾഡ് ഫോട്ടോസൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിൻ്റെ ചിലപ്പോൾ ഐസ് ഒരു പാർട്ട് കട്ടായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നോസ് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് അതേ സെയിം സാധനം തന്നെ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ആൾട്ട് യൂസ് ചെയ്തുകൊണ്ട് ഹീലിംഗ് ബ്രഷ് ടൂളും പാച്ച് ടൂളും യൂസ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂൾ തന്നെയാണ് ഈ ഒരു റീടച്ചിങ് ടൂൾ. ഗാലറിയിൽ നോക്കുമ്പോൾ നമുക്ക് പാച്ച് ടൂൾ എന്ന് പറയുന്നത്. ദെൻ കണ്ടൻറ് അവെയർ മൂവ് ടൂൾ, ഇതേപോലെ തന്നെ മറ്റൊരു ടൂളാണ്. നമുക്ക് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജിൽ തന്നെ നമ്മളിപ്പം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇമേജിനെ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ സെലക്ട് ചെയ്തു. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ആ ഒരു സംഭവം അവിടെ നിന്ന് നീക്കിയിട്ട് പുതിയൊരു സ്ഥലത്ത് നമ്മൾ ആഡ് ചെയ്ത പോലത്തെ ഒരു ഫീൽ അതിനുണ്ടാവും. അതിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ അല്ല നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. ജസ്റ്റ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിത് കുറച്ചും കൂടെ ഇങ്ങോട്ട്, അതായത് നമുക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് വേണം എന്നുള്ളൊരു ഫീലാണ് വിചാരിക്കാം. ഇപ്പോൾ ഇങ്ങനെ വെച്ചു, നമ്മൾ എൻ്റർ അടിച്ചു. ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ആ ഒരു ഇമേജ് ജസ്റ്റ് കട്ടായിട്ട് ഇങ്ങോട്ട് വന്നു. പക്ഷേ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിനുണ്ടാവും. അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വാല്യൂസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടെയൊക്കെ സ്മൂത്ത് ഔട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഈ കണ്ടൻറ് അവെയർ ജസ്റ്റ് നമുക്ക് അതിൽ ഉദ്ദേശിക്കുന്നത് ഇതിൽ കറക്റ്റ് നമ്മൾ ആ ഒരു സെലക്റ്റഡ് ഏരിയനെ സെലക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള ഏരിയസിനെ ബ്ലെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സ്റ്റൈൽ തന്നെ ആയിരിക്കും ഉണ്ടാവാന്നർത്ഥം. ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ടൊക്കെ ചെയ്തെടുക്കേണ്ട എന്തെങ്കിലും ഡിസൈൻ വർക്ക്സോ ഔട്ട്പുട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള
ടൂൾസൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ പേഴ്സണലി ഐ റെക്കമെൻഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് സ്മൂത്ത് ചെയ്തെടുക്കുക. നമ്മൾ മാനുവലി നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് ക്യാൻസൽ ചെയ്ത് അവിടെ നമുക്ക് ടച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ സംടൈം വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം ടു ഡു ദ വർക്ക്, സോ യു ക്യാൻ യൂസ് ദീസ് ടൂൾ ആൾസോ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ടൂൾസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയും. ഇനി നെക്സ്റ്റ് ഒരു ടൂളും കൂടെ ഉണ്ട്, റീടച്ചിങ് ടൂൾ ഗാലറിയിലെ മറ്റൊരു ടൂളാണ് റെഡ് ഐ ടൂൾ എന്ന് പറയുന്നത്. റെഡ് ഐൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ മൗസ് പോയിൻ്റർ എടുക്കുന്ന സമയത്ത് തന്നെ അതിൽ ഐക്കണെല്ലാം മാറി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ റെഡ് ഐ ടൂളിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ സാധാരണ നൈറ്റിലൊക്കെ നമ്മൾ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഐ പ്യൂപ്പിളിൻ്റെ അവിടെ ജസ്റ്റ് ഒരു റെഡ് മാർക്കായിട്ട് ജസ്റ്റ് ഒരു ഗോസ്റ്റ് ഫീലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഗോസ്റ്റ് ഫീലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഇത് വളരെ ഈസിയാണ്. നമുക്ക് ജസ്റ്റ് ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു എസ് ഓക്കെ. അപ്പോൾ ഈ ഒരു ഇമേജിനകത്ത് നിങ്ങൾ നോക്കും, ജസ്റ്റ് രാത്രി എടുത്ത ഒരു ഫീൽ ആണ് ഇതിനുള്ളത്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഫ്ലാഷിൻ്റെ ഇതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു റെഡ് മാർക്ക് വീണതായിട്ട് നമുക്ക് ഈ പ്യൂപ്പിളിലൊക്കെ കാണാം. അപ്പോൾ അത്തരത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ റെഡ് ഐ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജസ്റ്റ് നമ്മളിങ്ങനെ ട്രാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഏരിയ വളരെ സ്മൂത്തായിട്ട് നമുക്കൊരു എങ്ങനെയാണോ അതിൻ്റെ ഒരു ഐസ് എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ ഒരു ഫീൽ അതിൻ്റെ ഒരു സർക്കിളിൻ്റെ കാര്യങ്ങളൊന്നും മിസ്സാവാണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നോക്കും, നമുക്ക് ജസ്റ്റ് ആ ഒരു സർക്കിളും അതൊരു പ്യൂപ്പിളാണ് എന്നുള്ള ഫീലും കാര്യങ്ങളൊന്നും ലോസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്യൂപ്പിൾ ഒരു ജസ്റ്റ് ഒരു ഫ്ലാഷിൻ്റെ ഒരു റെഡ് മാർക്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു ഇമേജിനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കളർ ഗ്രേഡിയൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ടോട്ടൽ അതിൻ്റെ ഒരു ഡയമെൻഷണൽ ലൈൻസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ടൊരു ഓപ്ഷനാണ്. ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അതർവൈസ് നമ്മൾ മാനുവലായിട്ട് ഈ ഒരു കാര്യം ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും ഈ ഒരു ഐസിൻ്റെയൊക്കെ പാർട്ടാകുമ്പോൾ നമുക്ക് ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുറച്ചും കൂടെ വളരെ ഡീറ്റെയിലിംഗ് കിട്ടുന്നൊരു സാധനമാണ്. കാരണം ഒരു ഐ പ്യൂപ്പിളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ നമ്മൾ എന്തെങ്കിലും വരുത്താണെങ്കിൽ പോലും അത് നമ്മുടെ ടോട്ടൽ അതിൻ്റെ ലുക്കറ്റ്സും അതിൻ്റെ ഐ കോണ്ടാക്ട്സിൻ്റെ കേസുകളും അതിൻ്റെ ഒരു ഫോട്ടോൻ്റെ ബ്യൂട്ടിയൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വിഷ്വൽ കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. റെഡ് ഐ റിമൂവർ ജസ്റ്റ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മാത്രമേ അത് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി നമുക്കത് സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ തന്നെയാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇത്തരത്തിലുള്ള ഇമേജസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു ടൂൾ ഗാലറി ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ലെസണിൽ ഞാനിത് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ, ഇതിൻ്റെ അതേപോലെ തന്നെ ഹീലിംഗ് ബ്രഷ് ടൂൾ, പാച്ച് ടൂൾ, കണ്ടൻറ് അവെയർ മൂവ് ടൂൾ, റെഡ് ഐ ടൂൾ, ഇത്രയും ടൂൾസാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ ടൂൾസിൻ്റെ എല്ലാം യൂസ് എന്ന് പറയുന്നത് നമുക്കെല്ലാം ഫോട്ടോനെ റീടച്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സോഫ്റ്റൻ ചെയ്തെടുക്കാനും അതിനെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് ആക്കി മാറ്റാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ഈ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ടൂളിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനും അതിൽ നിന്ന് നമുക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. നമ്മൾ ടൂൾസ് ജസ്റ്റ് വെറുതെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം നമുക്ക് അതുകൊണ്ട് ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പല ഡിസൈൻസുകൾ ആ ഒരു ടൂൾസിനെ വെച്ചുകൊണ്ട് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് നമ്മളിപ്പോൾ സ്പോട്ട് ഹീലിംഗ് അല്ലെങ്കിൽ പാച്ച് ടൂളിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ പാച്ച് ടൂൾ എന്ന് പറഞ്ഞാൽ പാച്ച് വർക്ക് ചെയ്യുന്നൊരു ടൂൾ എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ അതിൻ്റെ ഒരു പേരിൽ തന്നെ അങ്ങനെ ഒരു സാധനമുണ്ട്. പക്ഷേ നമുക്ക് പാച്ച് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഡിസൈനിങ്, ചിലപ്പോൾ ടെക്സ്റ്റിൻ്റെ ഡിസൈനിലൊക്കെ കുറേ പാച്ചിലെ ഒരു ഓൾഡ് സ്റ്റൈൽ ഒരു മൂവീൻ്റെ പോസ്റ്ററോ അതല്ലെങ്കിൽ ഒരു ആർട്ട് വർക്കോ ഒക്കെയാണ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇങ്ങനെ ഒരു ടൂള് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓപ്ഷൻ ഇതാണെങ്കിലും നമ്മുടെ ഡിസൈനർ ആണെങ്കിൽ അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഒരുപാട് ഡിസൈൻസ് നല്ല ഡിസൈൻസ് കാര്യങ്ങൾ വാച്ച് ചെയ്യുക. ആ ഡിസൈനിലൂടെയൊക്കെ നമ്മൾ കണ്ടൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട്
എങ്ങനെയാണ് ആ ഒരു ടൂളിനെ ഏറ്റവും ഫലപ്രദമായിട്ട് നമ്മളൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ചിത്രത്തിലൂടെ ഒരു നല്ലൊരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുക എന്നുള്ളത് ഡിസൈനറുടെ മാത്രം കഴിവാണ്. അപ്പോൾ അതിന് മാക്സിമം പ്രാക്ടീസുകൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ പ്രാക്ടീസുകൾ നമ്മൾ ഈ ടൂൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റു കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ടൂൾസിൻ്റെ ഓപ്ഷൻസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.